നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വിലപ്പെട്ടത് എന്ന് തോന്നുന്നത്, ഏറ്റവും പ്രഷ്യസ് എന്ന് തോന്നുന്നത്, നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ, ദൈവത്തിന്റെ രാജ്യത്തിൽ, ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി കൊടുക്കുമ്പോഴാണ്, ചെയ്യുമ്പോഴാണ് നമ്മുടെ മാർക്ക് കൂടുന്നത്, നമ്മുടെ സ്കോർ കൂടുന്നത്, നമ്മൾ ബ്ലസ്ഡും പ്രോസ്പറും ആകുന്നത്. ഒരു കാരണവശാലും ചർച്ചിൽ വരാൻ പറ്റാത്ത സിറ്റുവേഷൻ, ഇന്ന് ആരാധനയ്ക്ക് പോകുന്നില്ല, ഡിസൈഡ് ചെയ്തു, അല്ല ഇന്ന് പ്രാർത്ഥനയ്ക്ക് പോകുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കുക, അങ്ങനൊരു സാഹചര്യത്തിന്റെ നടുവിലും ഇല്ല, ഞാൻ ആരാധന മുടക്കില്ല, ഞാൻ ചർച്ചിൽ പോകും, ഞാൻ എൻ്റെ കർത്താവിൻ്റെ വചനം അനുസരിക്കും. സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുതെന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. വിശുദ്ധ ദിവസത്തെ അങ്ങനെ കാണരുതെന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ പോവും. നിങ്ങൾ ഓർക്കുക, ആ പോക്കിൽ, ആ വരവുണ്ടല്ലോ, എല്ലാ ആഴ്ചയും വന്നതിന്റെ സ്കോർ അല്ല ആ ആഴ്ച വരുമ്പോൾ ഹെവനിൽ ഇടുന്നത്. ചില സന്ദർഭങ്ങളിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല, കൊടുക്കാൻ പറ്റില്ല, സമർപ്പിക്കാൻ കഴിയില്ല, നമ്മുടെ സാഹചര്യം അതാണ്. പക്ഷെ അവിടെ നമ്മൾ നമ്മളെ ഡെഡിക്കേറ്റ് ചെയ്യുമ്പോഴാണ്. രണ്ട് കാര്യമാണ് അബ്രഹാം ചെയ്തത്. ഒന്നാമത്തെ കാര്യം, അബ്രഹാമിന് മടിയില്ലായിരുന്നു, കൊടുക്കാൻ മടിയില്ലായിരുന്നു, മടി മാറി. രണ്ട്, അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക. രണ്ട് കാര്യങ്ങൾ, നിനക്ക് വിടാൻ മടിയുള്ളതിനെ, നിനക്ക് കളയാൻ മടിയുള്ളതിനെ, നീ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചിലതിനെ നീ വിടാൻ തയ്യാറായാൽ, നിന്റെ കുടുംബക്കാരൊന്നും കണ്ടിട്ടില്ലാത്തതിലേക്ക്, നിന്റെ ദേശക്കാർ കണ്ടിട്ടില്ലാത്തതിലേക്ക് ഞാൻ നിന്നെ നയിക്കും.